നമുക്ക് നമ്മുടെ കമൻറ്റിൽ വന്ന ഒരു ഡൗട്ടാണ്. മിക്സർ അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതും എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ ബോട്ടിൽ ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് ഓഫ് വിച്ച് 4 parts are water and 5 parts are fruit extract. How much of the mixture must be drawn off and replaced with water so that the mixture may be half water and half fruit extract? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് CHSL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ എത്ര ഫ്രാക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ബോട്ടിലിൽ ഒരു ലിക്വിഡാണുള്ളത്. അപ്പോൾ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? വാട്ടറും ഉണ്ട്, ഫ്രൂട്ടും ഉണ്ട്. അപ്പോൾ ഇതൊരു മിക്സറാണ്. അപ്പോൾ ഇതിൽ 4 യൂണിറ്റ് വാട്ടർ ഉണ്ടെങ്കിൽ 5 പാർട്ട് എന്താണ്? നമ്മളുടെ ഫ്രൂട്ടാണ്. ടോട്ടൽ 9 ഉണ്ടെങ്കിൽ അതിൽ 4 പാർട്ട് വാട്ടറും 5 പാർട്ട് ഫ്രൂട്ടുമാണ്. ഇതിൽ നിന്നും ഇതൊരു മിക്സറാണ്. അപ്പോൾ മിക്സറിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ മിക്സറിൽ നിന്നും എത്ര പാർട്ട് എടുക്കണം, അതിൻ്റെ റീപ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര എടുക്കുന്നോ അത്രയും തന്നെ നമ്മൾ തിരിച്ചൊഴിക്കും. അതായത് എത്രയാണോ നമ്മൾ എടുക്കുന്നത്, എത്ര പാർട്ടാണോ നമ്മൾ എടുക്കുന്നത്, അത് തന്നെ എന്ത് ചെയ്യും? തിരിച്ചൊഴിക്കും. അപ്പോൾ ഇവിടെ എന്ത് വെച്ചാൽ റീപ്ലേസ് ചെയ്യുന്നത്? ഇവിടെ വാട്ടർ മാത്രം. അതായത് മിക്സർ എടുത്തിട്ട് തിരിച്ച് വെള്ളം മാത്രം ഒഴിക്കുവാണ്. ഫ്രൂട്ടും വാട്ടറും കൂടെ എടുത്തിട്ട് തിരിച്ച് വെള്ളം മാത്രം എന്ത് ചെയ്യണം? ഒഴിക്കുവാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അത് എത്ര പാർട്ടാണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള അറിവുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ വേഗത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യുന്ന രീതിയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മിക്സ്ചർ എന്ന് പറയുന്നത് മിക്സറിൻ്റെ പ്രോപ്പർട്ടിയാണ്. മിക്സറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മിക്സറിൽ നിന്നും ഇപ്പോൾ ഇവിടെ 4:5 നമ്മളുടെ വാട്ടറും ഫ്രൂട്ടും ഇരിക്കുന്നത്. അപ്പോൾ മിക്സറിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഇതിപ്പോൾ ഒരു 10 ലിറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ. 10 ലിറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ 10 ലിറ്റർ വേണ്ട, നിങ്ങൾ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഈ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പിന്നെ ഡൗട്ട് കിടക്കും. അപ്പോൾ 9 ലിറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ 9 ലിറ്ററിൽ 4:5 വാട്ടറും ഫ്രൂട്ടും ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 9 യൂണിറ്റ് 9 ലിറ്റർ ആണെങ്കിൽ 1 യൂണിറ്റ് 1 ലിറ്റർ ആണ്. 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 ലിറ്റർ വാട്ടറും 5 ലിറ്റർ ഫ്രൂട്ടുമാണ് ഉള്ളത്. അപ്പോൾ 9 ലിറ്റർ ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നതെങ്കിൽ 4 ലിറ്റർ വാട്ടറും 5 ലിറ്റർ ഫ്രൂട്ടും ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1 ലിറ്റർ അങ്ങ് എടുക്കുക. ഈ മിക്സറിൽ നിന്നും 1 ലിറ്റർ അങ്ങ് എടുക്കുക. അപ്പോൾ ഈ മിക്സറിൽ നിന്ന് 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാലും ഇതിനകത്തുള്ള ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള വാട്ടറിൻ്റെ ഫ്രൂട്ടിൻ്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? 4:5 തന്നെ ആയിരിക്കും. ഇതിനകത്ത് ഞാൻ 5 ലിറ്റർ എടുക്കുക. 5 ലിറ്റർ എടുത്താലും ഇതിനകത്തുള്ള വാട്ടറിൻ്റെ ഫ്രൂട്ടിൻ്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? 4:5 തന്നെ ആയിരിക്കും. അപ്പോൾ അതൊരു മിക്സറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഒരു മിക്സറിൽ നിന്നും എത്ര ക്വാണ്ടിറ്റി ഒരു ഈവൻ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എടുത്താലും അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ അതിനകത്തുള്ള സാധനങ്ങളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ 9 ലിറ്ററിന് പകരം ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് 18 ലിറ്റർ ഉണ്ടെന്ന് വെച്ചോ. ഈ ഒരു മിക്സർ ടോട്ടലായിട്ട് 18 ലിറ്റർ ഉണ്ടെന്ന് വെച്ചോ. ഈ 18 ലിറ്ററിൽ ഇവർ 4:5 അതായത് ടോട്ടൽ 9 യൂണിറ്റിനെ നമ്മൾ 9 യൂണിറ്റാണ് 18 ലിറ്റർ എങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ലിറ്ററാണ്. അപ്പോൾ 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 8 ലിറ്ററും 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 ലിറ്ററും ആയിരിക്കും. അതായത് ഇനിഷ്യലി ടോട്ടൽ 18 ലിറ്ററാണ് അവിടെ ഉള്ളതെങ്കിൽ 18 ഉള്ളതെങ്കിൽ അതിൽ 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 8 ലിറ്റർ വാട്ടറും 10 ലിറ്റർ ഫ്രൂട്ടുമാണ്. ഇത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ 9 ലിറ്റർ എടുക്കുവാണ്. 9 ലിറ്റർ മിക്സർ എടുക്കുവാണ്. 9 ലിറ്റർ മിക്സർ എടുക്കുമ്പോൾ അതിൽ ആ ഒരു റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? 4:5 തന്നെ ആയിരിക്കും. എന്താണോ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ റേഷ്യോ അത് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുന്ന ആ ഒരു പോർഷനിലുള്ളത്. ഇപ്പോൾ ഈ 9 ലിറ്ററിനകത്ത് 4 ലിറ്റർ 4:5 എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ എടുക്കുന്നതിനകത്ത് 4 ലിറ്റർ നമ്മളുടെ വാട്ടറും 5 ലിറ്റർ ഫ്രൂട്ടും ആയിരിക്കും. അപ്പോൾ ബാക്കി ഇത്രയും തന്നെ നിൽക്കും. അപ്പോൾ ഇതാണ് മിക്സറിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, പിന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മൾ അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വെച്ചാണ്. അപ്പോൾ അലിഗേഷൻ്റെ വീഡിയോ നിങ്ങൾ അലിഗേഷൻ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വീഡിയോ വരും. അതിലും മികച്ചതായിട്ട് അലിഗേഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. ഈവൻ ഹിന്ദി ക്ലാസ്സുകളിൽ പോലും കിട്ടത്തില്ല. ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ട് നോക്കാവുന്നതാണ്. അലിഗേഷൻ്റെ ക്ലാസ് നമ്മുടെ ഏകലവ്യ ബാച്ചിൽ വരുമ്പോൾ അല്ലാതെ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് അലിഗേഷൻ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അലിഗേഷൻ വെച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, അലിഗേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും അലിഗേഷനകത്ത് നമുക്ക് ഈ എടുക്കുന്ന പരിപാടി പറ്റത്തില്ല. എന്തെങ്കിലും ആഡ് ചെയ്യുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു, അലിഗേഷൻ ചെയ്യാൻ പോവുകയാണ് ഈ ക്വസ്റ്റിനകത്ത്. അലിഗേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഓൾറെഡി എന്ത് ചെയ്തു, മിക്സറിൽ നിന്നും നമ്മൾ എടുക്കേണ്ട സാധനം എന്ത് ചെയ്തു, എടുത്തു. അല്ലെങ്കിൽ മിക്സറിൽ നിന്നും ക്വാണ്ടിറ്റി മിക്സറിൽ നിന്നും ക്വാണ്ടിറ്റി എന്ത് ചെയ്തു, ടേക്കൺ ഔട്ട് എത്രയോ ഒരു പാർട്ട് എടുത്തു. അതിനുശേഷവും ഇപ്പോൾ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ബാക്കിയുള്ള മിക്സറിനകത്ത് വാട്ടറിൻ്റെ ഫ്രൂട്ടിൻ്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും, 4:5 തന്നെ ആയിരിക്കും. അപ്പോൾ എടുത്തു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ അലിഗേഷൻ ചെയ്താലും വാട്ടറിൻ്റെ ഫ്രൂട്ടിൻ്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും, 4:5 തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, അലിഗേഷൻ ചെയ്യുവാണ്. എന്തിലാണ് അലിഗേഷൻ ചെയ്യുന്നത്, ഞാൻ വാട്ടറിൻ്റെ അളവിൽ, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഫ്രാക്ഷനിൽ അലിഗേഷൻ ചെയ്യുവാണ്. വാട്ടറിൻ്റെ ഫ്രാക്ഷനിലാണ് ഞാൻ അലിഗേഷൻ ചെയ്യുന്നത്. ഓക്കെ, അലിഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാക്കിയുള്ള മിക്സ്ചർ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്, വാട്ടറാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി റീപ്ലേസ്ഡ്, അതെടുത്തിട്ട് വാട്ടർ വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മിക്സറുണ്ട്. അപ്പോൾ മിക്സറിനകത്ത് വാട്ടർ എത്ര ഉണ്ട്, വാട്ടർ ക്വാണ്ടിറ്റിയിൽ മിക്സറിനകത്ത് 4:5 ഇരിക്കുന്നത്. എടുത്തു കഴിഞ്ഞാലും 4:5 തന്നെ ആയിരിക്കും. എടുക്കുന്നതിനകത്തും 4:5 ആയിരിക്കും, ബാക്കിയുള്ളതിനകത്തും 4:5 ആ ഒരു കണ്ടൻസ് ഉള്ളത്. അപ്പോൾ വാട്ടർ എത്ര ഉണ്ട്, ടോട്ടൽ 4 എത്രയിൽ, ടോട്ടൽ 9. 5 4 9 4 പാർട്ടാണ്. 9 പാർട്ടാണ് നമ്മളുടെ വാട്ടർ ഉള്ളത്. ഇനി ഇതിനകത്തോട്ട് വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ എത്ര പോർഷനാണ്, ഒരു പോർഷനാണ് എന്ന് പറഞ്ഞാൽ ഇത് 4/9 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, 1/9 11.11% ആണ്. എന്ന് പറഞ്ഞാൽ 4/9 എന്ന് പറഞ്ഞാൽ 44.44% ആണ്. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ വാട്ടറിൻ്റെ 100% ആണ്. അപ്പോൾ നമ്മളിവിടെ ഫ്രാക്ഷനിലെ ഫുൾ എന്ന് പറഞ്ഞാൽ 1 ആണ്, പെർസെൻറ്റേജിലെ ഫുൾ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇവിടെ ഞാൻ ഫ്രാക്ഷൻ എഴുതുന്നത് കൊണ്ട് 4/9 പാർട്ട് എന്താണ്, മിക്സറിൽ വാട്ടറാണ്. ആഡ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, വാട്ടർ തന്നെയാണ്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വാട്ടറിനകത്ത് ഫുള്ളും എന്ത് തന്നെയാണ്, വാട്ടർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷനിലെ ഫുൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. നിങ്ങൾ പെർസെൻറ്റേജ് എഴുതുവാണെങ്കിൽ 100% എഴുതും, അല്ലെങ്കിൽ നമ്മൾ 1 എന്ന് എഴുതും അല്ലേ. നമ്മുടെ ഫ്രാക്ഷനിലെ 1 ആണ്, പെർസെൻറ്റേജിലെ 100% എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ എഴുതുന്നതുകൊണ്ട് ഇവിടെയും ഫ്രാക്ഷനിൽ തന്നെ എഴുതണം. അങ്ങനെ ആകുമ്പോൾ ഫൈനലി എന്താവുമെന്നാണ് പറഞ്ഞത്, ഹാഫ് വാട്ടർ ആൻഡ് ഹാഫ് ഫ്രൂട്ട്, അതായത് 1:1 അതായത് പകുതിയാവും നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്താണ് അലിഗേഷൻ ചെയ്യേണ്ടത്. അലിഗേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ 3 ക്വാണ്ടിറ്റിയും സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാര്യം ഈ ഡിനോമിനേറ്റർ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൻ്റെ LCM 9ൻ്റെ 2ൻ്റെ LCM 18 കൊണ്ട് എല്ലാം ഗുണിച്ചു. അപ്പോൾ നമുക്കിവിടെ അലിഗേഷൻ ചെയ്യാം. മിക്സ്ചർ, ബാക്കിയുള്ള മിക്സറാണ് എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഒഴിക്കുന്ന വാട്ടർ എത്ര, 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 9 18 2 അങ്ങനെ 8 18 18/2 9 എന്ന് വരും. പിന്നെ അത് എന്ത് ചെയ്യുക, അലിഗേഷൻ ചെയ്യാം. അലിഗേഷൻ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഈ ഒരു ഗ്യാപ്പാണ് ഇവിടുത്തെ റേഷ്യോ, ഈ ഒരു ഗ്യാപ്പാണ് ഇവിടുത്തെ റേഷ്യോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ നോർമൽ ചെയ്യുന്ന അലിഗേഷൻ ചെയ്യാം. 18 - 9 ഇവിടെ 9 വരും. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. 8 9 ഇവിടെ 1 വരും. അതിൻ്റെ അർത്ഥം എന്താ, ഇപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യുന്ന ആഫ്റ്റർ റീപ്ലേസ്മെൻ്റ് ആണ്, ആഫ്റ്റർ ടേക്കിംഗ് ഔട്ട്, റീപ്ലേസ്മെൻ്റ് അല്ല, ആഫ്റ്റർ ടേക്കിംഗ് ഔട്ട് മിക്സർ എ പാർട്ട്. ഓക്കെ, അപ്പോൾ എടുത്തതിന് ശേഷം മിക്സർ എത്ര ഉണ്ട്, 9 ഉണ്ട്. ഒഴിക്കുന്ന വാട്ടർ എത്ര യൂണിറ്റാണ്, 1 യൂണിറ്റാണ്. അപ്പോൾ എടുത്തതിന് ശേഷം 9 യൂണിറ്റുള്ള മിക്സറിനകത്തോട്ട് നമ്മൾ എത്ര യൂണിറ്റ് ആഡ് ചെയ്യുന്നത്, 1 യൂണിറ്റ് വാട്ടർ ആഡ് ചെയ്യുന്നത്. ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താ, റീപ്ലേസ്മെൻറ്റാണ്. അതായത് എത്രയാണോ നമ്മൾ എടുത്തത് അത്രയും തന്നെയാണ് തിരിച്ചൊഴിക്കുന്നത്. അപ്പോൾ എടുത്തത് എത്ര യൂണിറ്റ് തന്നെ, 1 യൂണിറ്റ് തന്നെ. ബാക്കിയുള്ള എത്ര യൂണിറ്റാണ്, 9 യൂണിറ്റ്. അപ്പോൾ നേരത്തെ എത്ര യൂണിറ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്, 1 യൂണിറ്റ് എടുത്തു, 1 യൂണിറ്റ് തന്നെ തിരിച്ചൊഴിക്കുന്നു. അപ്പോൾ 1 യൂണിറ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടിയത്, 9 യൂണിറ്റ്, 9 പാർട്ട് മിക്സർ കിട്ടിയത്. 9:1 ആണ് നമ്മുടെ ബാക്കിയുള്ള മിക്സറിൻ്റെയും പിന്നെ ഒഴിക്കുന്ന വാട്ടറിൻ്റെയും റേഷ്യോ. ഈ കൺസെപ്റ്റ് മനസ്സിലായാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എത്ര പാർട്ട് എടുത്തു, 1 എടുത്തത്. ടോട്ടൽ 9 അല്ല, ടോട്ടൽ 10 ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് 1 എടുത്തിട്ട് അതേ വാല്യൂ ആണ് തിരിച്ചൊഴിച്ചത്. അപ്പോൾ എത്രയാണ് എടുത്തത്, 1/10. ഇത്രയും പാർട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തത്, റീപ്ലേസ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത്, വാട്ട് പാർട്ട് ഓഫ് ഹൗ മച്ച് ഓഫ് ദ മിക്സർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ. അപ്പോൾ എത്ര മിക്സറിനകത്ത് എത്ര പാർട്ട് എടുക്കണം, അപ്പോൾ 1 പാർട്ട് എടുക്കണം. കാര്യം ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അതേ അളവ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. 1 പാർട്ട് എടുക്കണം. എത്രയിൽ, ടോട്ടൽ 10. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. 1 പാർട്ട് എടുക്കണം, ടോട്ടൽ 10. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, 4 പാർട്ട് വാട്ടറും 5 പാർട്ട് ഫ്രൂട്ടുമാണ്. അപ്പോൾ ഞാൻ വാട്ടറിൽ അലിഗേഷൻ ചെയ്യുവാണ്. വാട്ടറിൽ അലിഗേഷൻ ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാം, എഴുതി കാണിക്കാം. വാട്ടറിൽ അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 4:5 ആണുള്ളത്. അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലിഗേഷൻ ആഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു സാധനം അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ, നമുക്ക് അലിഗേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എടുക്കുന്ന കാര്യം നമുക്ക് അലിഗേഷനിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ വാട്ടറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 4/9 ആണ്. ആഡ് ചെയ്യുന്നത് വാട്ടർ ആയതുകൊണ്ട് 1 പാർട്ടുണ്ട്,
ഫൈനൽ 1/2 ആവും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 8 വന്നു, ഇവിടെ 18 വന്നു, ഇവിടെ 9 വന്നു. നിങ്ങൾക്ക് അല്ലാതെ ഡിഫറൻസ് എടുക്കാം. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് 9ഉം ഇവിടെ ഉള്ളത് 1. അതായത് മിക്സർ ബാക്കിയുള്ളത് 9 യൂണിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുന്ന വാട്ടർ 1 യൂണിറ്റാണ്. ടോട്ടൽ ഇനിഷ്യലി 10 യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് എടുത്തത്. അപ്പോൾ 1/10 നമുക്ക് ആൻസർ കൊടുക്കാം. ഇത്രയും മാത്രം ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ മിക്സറിൻ്റെ കൺസെപ്റ്റും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേപോലത്തുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയായിട്ട് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ മലയാളത്തിൽ ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു ഡൗട്ട് സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യം എവിടെയും കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇടാം. ഞാൻ എൻ്റെ സമയം പോലെ ഞാനത് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇടുന്ന സമയത്ത് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഇടുക, ഏത് എക്സാമാണെന്ന് ഇടുക, അതുപോലെ ഓപ്ഷൻ ഇടുക. SSC RRBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ഇട്ടാൽ മതി. വേറെ കാറ്റ് ലെവലിലൊന്നും നിങ്ങൾ SSCക്ക് വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പറ്റുന്ന സമയത്ത് ക്ലാസ്സുകൾ ഇങ്ങനെയും തരാം. ഓക്കെ, ബാക്കി നമ്മുടെ ക്ലാസ്സുകളെല്ലാം കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് ഈ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റായിട്ട് പറയണം. ഓക്കെ, അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. ടെലിഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.